തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ, ചാളക്കറി കൂട്ടി തന്നെ ചോറ് നിന്നു വീട്ടിൽ കൂടാം. എടാ രാശേ, ഞാൻ ഇത്ര നല്ല പാട്ടൊക്കെ പാടിയിട്ട് നിനക്ക് എന്താണ് ഒരു പ്രതികരണം ഇല്ലാത്തത്? പ്രതികരിച്ചാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ തല്ലണ്ടി വരും. മൊത്തത്തിൽ ഊഞ്ചലാണ്. അതിനിടയിൽ എന്തിനാ രാമേട്ട നല്ലൊരു പാട്ട് ഇങ്ങനെ പാടി വെറുപ്പിക്കണത്? നീ കേക്കട്ടോ, ഞാൻ പാടും. പാടി പാടക്കൊട്ട ചൂരക്കൊട്ട ചിരക്കെട്ടും പൂരപ്പാട്ടും ചെമ്മിങ്കിലും മേടിപ്പെണ്ണേ നിന്നെ കാണാൻ എന്ത് ഗന്ധം, തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ. ഞാൻ മൂന്നമ്പക്കിലിനെ കണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് അയാളോടൊക്കെ പോയി പറയാൻ പോണത്? എടാ വക്കീല് ചോദിച്ചു ചൈനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്കാണോ കാശ് വന്നേക്കണെന്ന്. അത് കൊച്ചിന്റെ അക്കൗണ്ട്. അപ്പൊ പിന്നെ പേടിക്കാനില്ല. അതെ, എടാ നീയും ചൈനക്കാരായിട്ട് ഇടപാടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിയമപരമായിട്ട് കേസ് നിലനിൽക്കൂലെന്ന് പറഞ്ഞ മനസ്സിലായ. പക്ഷേ ഈ മാനുഷികമായി നോക്കുമ്പോ മാനുഷികമായിട്ട് കൊടുക്കാൻ നിന്റെ കാശുണ്ട്? അതില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ, സന്തോഷമായി നീ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുമായിട്ട് കമ്പനിയായി അവളോട് നിന്റെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് പറയുക. അപ്പോ എന്നിട്ട് അവള് പറയും, ഹൈ രാജേഷ്, ഹൈ രാജേഷ്, എനിക്ക് കാശ് വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എന്നിട്ട് അവള് പോക്കറ്റിൽ നിന്ന് കുറച്ച് ചൈനീസ് പൈസ എടുത്ത് തിന്നു. എന്നിട്ട് അത് നിനക്ക് തന്നിട്ട് തോളത്തിനുണ്ട് തട്ടിട്ട് പറയും, ഗുഡ് ബൈ രാജേഷ്, കാശിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് അവൾ അങ്ങനെ തിരിച്ചു. എങ്ങനെയല്ലേ? ശരിക്കും പിന്നല്ലാണ്ട് ആടാ. അതല്ലേ? ഐഡിയ കൊള്ളാം. പിന്നെ മിസ്റ്റർ രാജേഷ്, ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഇടപെടി സംസാരിക്കുമ്പോ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? രണ്ടാളും ഒറ്റയ്ക്കാണേ, മുറിക്ക് കഥയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഉൾഗ്രമത്തിൽ നിന്നും ഇങ്ങനെ വല്ലതും ആയിപ്പോയാ മാറി കോണച്ച ഉപദേശം തന്നിട്ട് കോപ്പന്റെ പാട്ടായിരുന്നല്ലോ. അല്ല ചുമ്മാ പറഞ്ഞ വല്ലതും കിട്ടടാ ദൂരി. നിനക്ക് കിട്ടിയില്ലേ? എന്താ നടുവേനാണ്? നിങ്ങളെ വണങ്ങിയതാണ്. ചൈന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചൈന സിനിമ നീ കാണാറില്ല? പിന്നെ പീസ് ഇല്ലാത്തത്. പീസാ? ഒന്ന് പോ മനുഷ്യ. രാജേഷേ, നീ പാചകമൊക്കെ തുടങ്ങിയല്ല? പുറന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് രുചി പിടിച്ച് പോയാലേ പിന്നെ എല്ലാ ദിവസവും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇതാ ലാഭം. ഞാൻ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായി. രാത്രി ചൂടാക്കി കൊടുക്കാം. കല്ല് പോലെ ആവും അത്. കല്ലപ്പാന്ന് പറഞ്ഞു കൊടുക്കാം. പുട്ട് ബനാന പൊളിക്കുക, കുഴക്കുക, ഈറ്റ് കുതിക്കോ ബ്രേക്ക്ഫാസ്റ്റ്. ഈ വീടൊക്കെ നല്ല മെനയായിട്ടില്ല. ഇവളുടെ പണിയാ. ഇവക്കെന്തോ എനിക്ക് കാശ് തരാനുള്ള പോലെ ഇവളുടെ പെരുമാറ്റം. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മാറ്റാൻ നിൽക്കുന്ന മിണ്ടാതിരിക്കും മനുഷ്യ. പാവം കഴിക്കുന്നുണ്ടല്ലേ. സഖാവാ കവളപ്പാറ ഉരുൾപൊട്ടൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എടാ ഇതല്ലേ നമ്മുടെ ചൈനക്കാരി? പവിത്രൻ സഖാവ്, അവർ നെയ്ബർ ആൻഡ് ലോക്കൽ കമ്മിറ്റി. വെറും ലോക്കൽ. ലാൽസലാം. കണ്ടോടാ, ചൈനയിലെ സഖാക്കന്മാർ പാർട്ടി ലോക്കൽ സെക്രട്ടറി കാണുമ്പോൾ കാണിക്കുന്ന ബഹുമാനം കണ്ടോ? നീയൊക്കെ കണ്ടുപിടിക്കേ. ഇതൊന്നുമല്ല, ഇത് വയസ്സായ ആൾക്കാരാണ് ഇവളെങ്ങനെയല്ലേ? നോ വയസ്. ഞാൻ ചെറുപ്പക്കാരാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തടാ. This old man is young. നീ ഉള്ളി ഇരിക്കും വേണ്ട. ഇനി കൽത്തുകാർ ഉണ്ടാക്കാൻ വരുമ്പോൾ നീ വിളിക്കട്ടോ. നല്ലൊരു മനുഷ്യനെ കളിയാക്കുന്നത്. എന്താ കോമറേഡ്? സോറി. താങ്ക് യു. ഇപ്പം വേണ്ട, നോ ടൈം. What is your name? What is your name? നല്ല പേര്, വിളിക്കാൻ എളുപ്പമാ. ഞാൻ വരുന്നുണ്ട്. എനിക്ക് ഈ ചൈനയിലെ പാർട്ടിയുടെ കാര്യങ്ങൾ കുറച്ച് ചോദിച്ചറിയാനുണ്ട്. നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുമായിട്ട് വരാം. ദിസ് രാജേഷ് പോരാ. ഇപ്പോ ഞാൻ ഗോയിങ്. അതെ, സീ യു. കാണാം. എടാ ഒന്നൊന്ന് യുനോ പക്ഷേ ഇവള് എപ്പോഴാ പോണേ? ഇവള് കുറച്ച് പയ്യേ ഉള്ളൂ. ആണോ? അങ്ങനെ നമ്മുടെ രമണ രക്തദർശനത്തിന് ഇവളെ കൂടെ പങ്കെടുപ്പിച്ചാലോ? അല്ലടാ, ഒരു ചൈനീസ് സഖാവിനെയൊക്കെ പാർട്ടി മീറ്റിംഗ് പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു വെയിറ്റ് ഇല്ലടാ. അല്ലേ? അല്ല എടാ
എടാ ഞാൻ അതുകൊണ്ടല്ല എടാ ഞാൻ പറഞ്ഞത് മനസ്സിലായി. മാവോദിക്കുന്ന നാട്ടുകാർ Okay, good night. ഇവൻ ഈ എന്ത് മാവോ സഖാവ് പോയി നമുക്ക് എന്നാൽ കഴിക്കാനുണ്ടാക്കാം വാ വാ ഡിന്നർ ഉണ്ടാക്കാം Dinner? ഏ Is it? ചൈനീസ് കപ്പ ആൻഡ് ചൈനീസ് പച്ചച്ചമ്മന്തി ആ പാത്രം കൂടെ എടുത്തോ Okay. John, yes, she has a good experience. Are you a Chinese citizen? Yes, ma'am. And why didn't you travel to US from China? Sir, I got some work here, and only after arriving here, I decided to move to US. Okay. So we will look through your documents and get back to you. Okay, sure. Thank you. Okay. നമുക്ക് സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചാലോ മച്ചാനെ ദേവള് അച്ചായിനക്കാരി ഇവള് മാർക്ക് ഇന്ത്യക്കാരമാര് ഇഷ്ടമാണെന്നാണ് കേൾക്കണത് മറ്റേ കാര്യത്തിന് ഒന്ന് മുട്ടിയോക്കെ കിട്ടും What do you want? വേണ്ട എന്താന്ന് ഞാൻ പറയാടി രാജേ ദേ വന്നെ ഇതല്ല പരിഷ്കാരിയാണ് ഉടണ്ട നല്ല മുന്തിയനാണ് ഏയ് ഞാനില്ല ഞാൻ വർക്കിന് പോകണം നീ പോണാണേ പോകൂ നിങ്ങൾ അടിച്ചോ നിങ്ങൾ എനിക്ക് അടിച്ചോ എന്ത് വേണം എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്ക് ആ തരാം ഞാനും എന്നൂടെ നീ വരുന്നവരെ ഇവിടെ മിണ്ടിയും പറഞ്ഞിരുന്നോളാം അല്ല മുത്തേ ചെങ്ങനെങ്ങാണ് പോയച്ച് ബാഗം തൂക്കി Someone tried to hurt me. ആന്ധ്രാണോ പോയെ ആരോട് ചോദിച്ചിട്ട് ഹലോ Rajesh! യെസ് ഒരു Rajesh! സെക്കൻഡ് എന്ത് Someone tried to hurt me. എന്ത് Nobody understands me here. അതെ സമ്മൺ ട്രൈ ടു ഹേർഡ് മീ എന്ന് വെച്ചാൽ എന്താടാ വെള്ളം കൊണ്ടുപോടാ ആ അവളങ്ങനെ തപ്പത്തില്ല ചോദിക്കണം മച്ചാനെ എവിടാ നിന്റെ ചൈനക്കാരി? എന്താണ് അവിടെ നിന്ന് എന്നെ വെറുതെ ഒന്ന് ചവിട്ടി. അതെന്തിനാണെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. ചവിട്ടിനുണ്ടെങ്കിൽ തക്കതായ കാരണം കാണും ആ കാണും. അത് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. വീട്ടിൽ കയറണ്ട എന്താടാ നീ എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. വീട്ടിൽ കയറാൻ പറ്റൂല കോളറിൽ പിടിക്കുന്നുണ്ടോ നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. എന്തിനാണ് എന്റെ ഫോൺ എന്താണ് പ്രശ്നം? ഇമാര് ഷെങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ തട്ടിക്കൊണ്ടു ഇതൊക്കെ ഞാൻ രാജേഷ്മാര് തല്ലി എന്നിട്ട് വിമാനാണല്ലോ വീട് കിടക്കുന്നത്. അല്ല ഷെങ്ങനെണ്ണം കൊടുത്താ നേരാണോ കോമ്രേഡ്? I have no other way. എന്താ വെച്ചാ വേറെ നിവൃത്തിയില്ലായിരുന്നു ഒന്നും. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അല്ല അത് ഈ സിറ്റുവേഷൻ വെച്ച് ഊച്ചു പറഞ്ഞ ചോദിക്ക ആക്രമണത്തിന് പ്രത്യാക്രമണം. സഖാവ് മാവോട് അതേ രീതി. Thank you. മനസ്സിലാവും. ഇനി ഈ പെങ്കൊച്ചിന്റെ പരിസരത്തങ്ങനെ നിന്നെ കണ്ട കാപ്പ മുത്തേനകത്താകും. മനസ്സിലാടാ? എന്നിട്ട് വേണം പോളോ മക്കളെ, എന്നിട്ട് പോടാ.
പറയണേറ്റ് പോവാൻ. പോടാ. പോയല്ലേ എടുത്തോണ്ട് പോടാ പോടാ. ചൈനയുടെ അതിന്റെ കളി. ആ ജാക്കി ചായന്റെ പടം കണ്ട പോലെ ഉണ്ടായിരുന്നു. ആ ചൈനീസ് ആക്കന്മാരെ നീക്കം കണ്ട് പഠിക്കേ.